സ്വാഗതം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: 4 മുട്ട, 2 കപ്പ് മൈദ, 2 കപ്പ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഫില്ലിങ്സിലേക്ക് ആവശ്യമായ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലാവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാല സൈഡിലേക്കാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിനടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി റോള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് സെറ്റാക്കി എടുക്കാം. ഇതിലെടുത്ത് വെച്ചിട്ടുള്ള പകുതി മൈദ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലൊഴിക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് ഇത് ചുട്ടെടുക്കണം. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ റോളിന് വേണ്ടിയിട്ടുള്ള ദോശ മുഴുവനായും ചുട്ടെടുത്തിട്ടുണ്ട്. എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. batter
കുറച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം. നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും ചുരുട്ടിയെടുക്കാം. നമ്മൾ അവസാനത്തെ റോളും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അടുത്ത സെറ്റും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.